ഞാനിന്നൊരു ഹോം മെയ്ഡ് പനീറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാൽ ഇതുപോലത്തെ 2 പാക്കറ്റ് പാൽ എടുക്കുന്നുണ്ട്. ആ പാൽ ഈ പാത്രത്തിലോട്ട് ഒഴിക്കണം. ഈ പാത്രം സ്റ്റീലിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് പാൽ കാച്ചുന്ന പാത്രമാണ്. അപ്പോൾ 2 പാക്കറ്റ് പാലെടുക്കണം. 2 പാക്കറ്റ് പാൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ 1 പാക്കറ്റ് പാലെടുത്താൽ ഒന്നും ഉണ്ടാവില്ല, പനീർ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. പാൽ നമുക്ക് ഇനി എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. എൻ്റെ പാലിതാ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. മേലോളം പൊങ്ങിയത് കൊണ്ട് തന്നെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ മൊത്തം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തോട്ട് നമുക്ക് വിനാഗിരി ചേർക്കാം. ഈ വിനാഗിരി ചേർക്കുന്നത് പാല് പിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പാല് നമ്മൾ എന്താ പറയുക, കേടാക്കൂലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ കേടായ പാലെടുത്താൽ പോരേന്ന്, നമ്മുടെ കയ്യിൽ കേടായ പാലുണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കേടായ പാൽ ഒഴിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. നമ്മൾ തിളപ്പിച്ചിട്ട്, നല്ല പാൽ തിളപ്പിച്ചിട്ട് നമ്മൾ കേടാക്കണം. അപ്പോൾ വിനാഗിരി 2 സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 2 പാക്കറ്റ് പാലിന് 2 സ്പൂൺ വിനാഗിരി ധാരാളമാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് പാല്. പിന്നെ നമുക്ക് വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള ചെറുനാരങ്ങ ഒരു 2-3 ചെറുനാരങ്ങയൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട്, അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണം. ഈ പാട നമുക്കിതിൻ്റെ അകത്ത് നിന്ന് വെള്ളം മാറ്റിയിട്ട് ഇതിൻ്റെ കട്ടയുണ്ടല്ലോ, ഇത് മാത്രമായിട്ട് നമുക്ക് ഇളക്കി വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കിങ്ങനെ ഒരു പാത്രത്തിൽ തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം കിട്ടുന്ന ആ വെള്ളം ഞാനങ്ങ് മറച്ച് കളഞ്ഞത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഉരുണ്ടിരിക്കും. അതിനൊക്കെ നമുക്ക് ഒന്നാക്കി എടുക്കണം. അപ്പോൾ അത് സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ തുണിയിൽ നിന്ന് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിങ്ങനെ തുണിയിൽ നിന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉണ്ടയൊക്കെ മാറ്റിയിട്ട് അതെല്ലാം കൂടി നല്ല കൂടി വരണം. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ എല്ലാം കൂടി ലാസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുക്കത്തില്ലേ, അതുപോലെ നല്ല സെറ്റായി വരണം, സെറ്റാക്കി എടുക്കണം. ഇത് ഇളം ചൂടുണ്ട്, ഇളം ചൂടിൽ തന്നെ എടുക്കണം. നല്ല ചൂടിൽ നമുക്കാവില്ല, ഇളം ചൂടിൽ എടുക്കണം. ഇപ്പം ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വട്ടപാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. നല്ല വെയിറ്റ് വെച്ച് കൊടുത്ത് ഞാനൊരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ നല്ല റെഡിയായിട്ട് വരും കേട്ടോ. ഇതാ ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചതുരത്തിലുള്ള ഇതാണ് വേണ്ടതെങ്കിൽ ചതുരപാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ സൈഡൊന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയതാണ്. പക്ഷെ നല്ല കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പനീർ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തപ്പോൾ ഇതാ ഇങ്ങനെയാണ് പനീറുള്ളത്.